ഇപ്പോൾ കേക്ക് സീസണൊക്കെ അല്ലേ, അപ്പോൾ ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിക്കോട്ടെ. എന്ത് കേക്കാണെന്നല്ലേ? റാഗി കേക്ക്, നല്ല ഹെൽത്തി റാഗി കേക്ക്. ഞാനൊരു റാഗി വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഷുഗറായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, റാഗി ഹെൽത്തി ആണെങ്കിലും ഷുഗർ അൺഹെൽത്തിയാണ്, അതിന് പകരം ശർക്കര വേണം ഉപയോഗിക്കാമെന്ന്. അതുകൊണ്ട് ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ ഷുഗർ ചേർത്തിട്ടില്ല, അതിന് പകരം ശർക്കരയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹെൽത്തി എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് കേട്ടോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഒരു അരിപ്പയിലോട്ട് 1 കപ്പ് റാഗി പൗഡർ ഇട്ട് കൊടുക്കാം. മെഷറിംഗ് കപ്പാണ് 240 ml മെഷറിംഗ് കപ്പ്. ഇനി ചേർക്കുന്നത് കൊക്കോ പൗഡർ. നമ്മൾ ചോക്ലേറ്റ് ഫ്ലേവറിലാണ് ചെയ്യുന്നത്, അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനിയും ചോക്ലേറ്റ് ഫ്ലേവർ വേണ്ടാന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ സ്കിപ്പ് ചെയ്യുക. ഇനി വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടിയും വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ആ കേക്കിൻ്റെ ടെക്സ്ചറിൽ ചെറിയൊരു വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. ഇത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇതെല്ലാം ഒന്ന് അരിച്ചെടുക്കാം. നമ്മളൊന്ന് അരിച്ചെടുക്കുമ്പോൾ ആ കട്ടകളൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടും. അതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആകും. കണ്ടോ, ഇങ്ങനത്തെ കട്ടകളൊക്കെ ഉണ്ട്, അതങ്ങ് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് അരിച്ചെടുത്താൽ മതിയേ. അപ്പോൾ ഇത് റെഡിയാണ്. ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. കേക്കൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും, അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. മുട്ട റൂം ടെമ്പറേച്ചറിലാവണം, തണുത്തതൊന്നും ആയിരിക്കരുത്. ഇനി ഈ മുട്ടയുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വാനില എസൻസ് ചേർക്കാം. 1 ടീസ്പൂണാണ്, ഒരു 2 അടപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വേണ്ടത് നമ്മുടെ ശർക്കര ഒരു 1/4 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ 1 കപ്പ് വരെ ചേർക്കാം. 1/4 കപ്പൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒരുപാട് മധുരം കാണത്തില്ല, ഒരു മോഡറേറ്റേ ഉണ്ടാവുള്ളൂ. 1 കപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്വീറ്റ്നെസ് കിട്ടും. ഇനി ഇത് ഹൈ സ്പീഡിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ മുട്ടയൊക്കെ ഒന്ന് പതങ്ങി വരും. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം. ഇത് ബട്ടറാണ്, 50 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തെടുത്താണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ബട്ടറൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. അതൊന്നുകൂടെ ഹെൽത്തിയും ആയിരിക്കും, ടേസ്റ്റിയും ആയിരിക്കും. ഇനി ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. ഒരു 1/3 കപ്പ് എടുക്കുക കേട്ടോ. ഇതിലേക്ക് ഇനി പാലൊഴിച്ചു കൊടുക്കാം. ഇത് ഒരു 1/2 കപ്പ് പാലാണ്, റൂം ടെമ്പറേച്ചറിലുള്ള പാല്. മൊത്തത്തിൽ ഞാനങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊരു ലോ സ്പീഡിലിട്ട് എല്ലാം ഒന്ന് മിക്സ് ആകുന്നിടം വരെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസും റെഡി. ഇനി ഇത് നമ്മുടെ ആ ഒരു പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു വിസ്ക് ഉപയോഗിക്കുന്നുണ്ട്, പെട്ടെന്നൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒത്തിരി ഇട്ട് ഇളക്കി മിക്സ് ചെയ്യരുത്. ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് അങ്ങ് ഡെൻസായിപ്പോവും. ജസ്റ്റ് എല്ലാം ഒന്ന് കമ്പൈനായി വന്നാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ കുറച്ചൊന്ന് ഓവർ മിക്സ് ചെയ്തോ എന്നൊരു സംശയമുണ്ട്. കേക്ക് ഉണ്ടാക്കി വന്നപ്പോൾ ഒരു ഇച്ചിരി ഡെൻസായിരുന്നു, ഒരുപാടല്ല കേട്ടോ. ഇപ്പോൾ എല്ലാം ഒന്ന് കമ്പൈനായിട്ടുണ്ട്. ഇനി വിസ്ക് അങ്ങ് മാറ്റാം. എന്നിട്ട് ഞാനൊരു സ്പാച്ചുല ഉപയോഗിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ആ ചുറ്റിനും പൊടിയൊക്കെ ബൗളിന് ചുറ്റിനും ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടായിരിക്കും, അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയം നമ്മുടെ അവനൊക്കെ റെഡി ആയിരിക്കണേ. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുക. അവനിലാണ് ചെയ്യുന്നെങ്കിൽ. സ്റ്റൗവിലാണെങ്കിൽ ഒരു പാത്രം അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് ചൂടാക്കി വെക്കുക. ഇപ്പോൾ കേക്ക് ടിന്നിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്ക്വയറിൻ്റെയോ റൗണ്ടോ ഏത് കേക്ക് ടിൻ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നമ്മളിത് ഉണ്ടാക്കുമ്പം ഒരു സാധാരണ കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ നിന്ന് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിതിപ്പോൾ ബേക്ക് ചെയ്യുന്നത് 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ് ആണ് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഞാനത് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് ഒരു 25 മിനിറ്റിൽ റെഡി ആയിരുന്നു. 25 to 30 മിനിറ്റ്സിനുള്ളിൽ റെഡിയായി കിട്ടും. കറക്റ്റ് 25 മിനിറ്റ് എടുത്തുള്ളൂ കേട്ടോ എനിക്കിത് ബേക്കായി വരാൻ. 25 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഒരു ടൂത്ത് പിക്ക് നടക്കൊന്ന് കുത്തി നോക്കി, ഇതുപോലെ ക്ലീനായിട്ട് വന്നു. ഇനി വന്നിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ വെച്ചാൽ മതി. ഇത് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം.
നമുക്ക് വേണമെങ്കിൽ കേക്കിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ചോക്ലേറ്റ് ഗണാഷൊക്കെ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഒന്നുകൂടെ ഇഷ്ടപ്പെടും. ഇനി ഒഴിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നല്ല ടേസ്റ്റി തന്നെയാണ് ഇത്. അതുപോലെ ഇത് റാഗി വെച്ച് ചെയ്ത കേക്കാണെന്ന് പറയത്തേ ഇല്ല. ഇതിൽ ശർക്കരയാണ് ഉപയോഗിച്ചേക്കുന്നതെന്നും പറയില്ല. രുചി വ്യത്യാസം ഒന്നുമില്ല. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ അതേ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്കാണ്. മൈദയൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഷുഗർ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.